നമുക്ക് പലപ്പോഴും തോന്നുന്ന സംശയങ്ങളിലൊന്നാണ്, പ്രകാശം തരംഗമാണോ അതോ കണികയാണോ? അതായത് തരംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയേണ്ടത്? അത് വേവ്സ് ആണ്. നമ്മൾ വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ വേവ്സുകൾ ഉണ്ടാകുന്ന പോലെ ആ വേവുകൾക്കാണ് തരംഗം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം പ്രകാശം കണികയാണോ എന്ന് ചോദിച്ചാൽ അത് കണികയുടെ സ്വഭാവവും കാണിക്കുന്നുണ്ട്. കണികയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ കല്ല് പോലെയാണോ കാണുന്നത് എന്നാണ്. എന്നാൽ അത് കല്ലിൻ്റെ സ്വഭാവവും കാണിക്കുന്നുണ്ട്, കണികയുടെ സ്വഭാവവും കാണിക്കുന്നുണ്ട്. മാറ്ററിൻ്റെ സ്വഭാവവും വേവ്സിൻ്റെ സ്വഭാവവും ഒരേ സമയം കാണിക്കുന്നു. മാറ്ററിനെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകത്തെ പാർട്ടിക്കിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ സ്വഭാവവും വേവ്സിൻ്റെ സ്വഭാവവും ഒരേ സമയത്ത് കാണിക്കുന്നു. അപ്പം മാക്സ് പ്ലാങ്കിൻ്റെ ഇക്വേഷനും അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫോട്ടോൺ എഫക്റ്റും ഒക്കെ കഴിഞ്ഞപ്പം എല്ലാവർക്കും മനസ്സിലായി പ്രകാശത്തിന് തരംഗ സ്വഭാവം ഉണ്ടെന്ന്, ഒപ്പം കണികയുടെ സ്വഭാവം ഉണ്ടെന്ന്. തരംഗ സ്വഭാവം എന്ന് പറയുമ്പം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിങ്ങനെ വേവ്സ് പോലെയാണ് പോകുന്നത്. പക്ഷേ ഈ പോകുന്ന വേവ്സ് കണ്ടിന്യൂസ് ഫ്ലോ ആണോ എന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് ഫ്ലോ അല്ല. ഓരോ വേവ്സിൻ്റെയും ഇടയിൽ ഡോട്ട് ഇട്ടാൽ അടുപ്പിച്ചല്ല പോകുന്നത്. അപ്പം അടുപ്പിച്ച് പോകാത്ത കൊണ്ടാണ് അതിന് ക്വാണ്ടം അല്ലെങ്കിൽ ക്വാണ്ട എന്ന് പറയുന്ന പാക്കറ്റ് എന്ന് പറയുന്ന ഒരു പേര് വന്നേക്കുന്നത്. അപ്പോൾ ക്വാണ്ട ആയിട്ടാണ് പോകുന്നത്, പാക്കറ്റ് ആയിട്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രകാശത്തിൻ്റെ കണിക പോകുന്നതിൻ്റെ തൊട്ട് പിന്നാലെയല്ല, അതിന് പുറകിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ പ്രകാശത്തിൻ്റെ കണികയും പോകുന്നതെങ്കിലും അത് തരംഗങ്ങളായിട്ടാണ് പോകുന്നത്. ഇതാണ് ഈ ഈ പ്രതിഭാസത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പ്രകാശം തരംഗമാണ്, അത് കണികയുടെ സ്വഭാവവും കാണിക്കുന്നുണ്ടെന്ന് പ്രകാശത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫോട്ടോൺ ഇലക്ട്രിക് എഫക്റ്റ് എല്ലാം വന്നപ്പം എല്ലാവർക്കും അത് മനസ്സിലായി. പക്ഷെ അന്നേരം ഒരു സംശയമുണ്ട്. പ്രകാശത്തെ സംബന്ധിച്ച് ഓക്കെ ഇങ്ങനെയാണ്, പക്ഷെ നമ്മുടെ മാറ്ററിനെ സംബന്ധിച്ചോ? അതായത് നമ്മൾ ഭൂമിയിൽ കാണുന്ന ഓരോ കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ വിശുദ്ധമായിട്ട് പഠിച്ചാൽ അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആറ്റമാണെന്നും ആ ആറ്റത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പല കാര്യങ്ങളും ഉണ്ട് എന്നും നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ ആറ്റവും ഒരു പാർട്ടിക്കിൾസിൻ്റെയും തരംഗത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം പ്രകാശത്തിന് 2 ഇൻവെൻഷനുണ്ട്. മാക്സ് പ്ലാങ്കിൻ്റെ ഇൻവെൻഷനും ഐൻസ്റ്റീൻ്റെ ഇൻവെൻഷനും. പക്ഷേ മാറ്ററിൻ്റെ കണികയ്ക്കോ, ബാക്കിയുള്ള നമുക്ക് കാണുന്ന എല്ലാ ഉറപ്പുള്ള കല്ലിലും തുരുമ്പിലും മലകളിലും ഒക്കെ കാണുന്ന ഈ മാറ്ററിൻ്റെയൊക്കെ അടിസ്ഥാന ഘടകത്തിന് തരംഗത്തിൻ്റെ സ്വഭാവമുണ്ട്, കണികയുടെ സ്വഭാവമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുമോ? ആർക്കും ഇതങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ ലോകത്ത് ആദ്യമായിട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാ പദാർത്ഥത്തിൻ്റെയും ഡ്യുവൽ നേച്ചർ, 2 സ്വഭാവം എല്ലാ മാറ്ററും കാണിക്കുന്നുണ്ട് എന്ന് ലോകത്ത് ആദ്യമായി സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ലൂയി ഡി ബ്രോഗ്ലി. അദ്ദേഹമാണ് ഇത് തെളിയിച്ചത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഇത് തെളിയിച്ചത്? അദ്ദേഹം ഇലക്ട്രോണുകളെ കുറച്ചങ്ങെടുത്തു. അതായത് കുറേ ഇലക്ട്രോണുകളെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2 തടസ്സങ്ങൾ വെച്ച്, അതായത് 2 ഡോറുകളെന്നും മനസ്സിലാക്കിക്കും. ആ ഭിത്തിയുടെ ഭാഗത്ത് ഒന്നുമില്ല, 2 ഡോറുകൾ നമ്മളിങ്ങനെ വെച്ചേക്കുക. അപ്പം ആ ഡോറുകളിലേക്ക് പുള്ളി ഓരോ ഇലക്ട്രോണിനെയും വിട്ട്, അപ്പം ഒരു ഇലക്ട്രോണിനെ വിട്ട് ആ ഇലക്ട്രോൺ നേരെ ചെന്ന് രണ്ട് വാതിലിലും അടച്ചിട്ടിരിക്കുന്ന 2 വാതിലിലൂടെയും കടന്നുപോയി. അങ്ങനെ കടന്നുപോയ അത് അപ്പുറത്തെ ഭിത്തിയിൽ ചെന്ന് ഭിത്തി എന്നല്ല നമ്മൾ പറയുന്നത്, അതിനകത്ത് വെച്ചിരിക്കുന്ന ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഇലക്ട്രോണുകളെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ശേഷിയുള്ള ഒരു ഉപകരണം, അതിൽ ചെന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. അപ്പം പുള്ളി 1 വിട്ടു, 2 വിട്ടു. അപ്പം വിടുമ്പം പുള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പുള്ളി ഒരു ഇലക്ട്രോണാണ് വിടുന്നത്. പക്ഷേ ആ ഇലക്ട്രോൺ ഈ 2 പ്രതിസന്ധികളെയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ 2 പ്രതിസന്ധികളെയും വിട്ട ഒരു ഇലക്ട്രോൺ കടന്നു പോകണമെങ്കിൽ, എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകണമെങ്കിൽ അതിനൊറ്റ സ്വഭാവമേ ഉള്ളൂ, അതിന് തരംഗ സ്വഭാവമുണ്ട്.
എന്നാൽ മാത്രമേ അങ്ങനെ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പോവുകയും അത് ചെന്ന് അടിക്കുന്ന എവിടെയാണോ മുട്ടുന്നത്, അതായത് ഒരെണ്ണം വിട്ടാൽ പുള്ളിക്കത് വ്യക്തമാകത്തില്ല, പുള്ളി ഒരെണ്ണത്തെയാണ് വാച്ച് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. എന്നാൽ ഒരുപാട് എണ്ണത്തെ അങ്ങ് വിട്ടപ്പം അതവിടെ ചെന്ന് ഇൻ്റർഫറൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു വരയിൽ ആദ്യം ഒരു വര വരച്ചു, അതിന് താഴെ ഒരു വര, പിന്നെയും വരാം പിന്നെയും വരാം. ഈ വരകളിൽ ഇടയിൽ അധികം കാണത്തുമില്ല, എന്നാൽ ഈ വരകളുടെ അവിടെ കട്ടി പ്രാപിച്ച് കിടക്കുകയും ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു വരകൾ, ഈ വരകൾ പോലെ ഇങ്ങനെ ഇവിടെ കണ്ടില്ലേ, ഈ വരയുടെ ഇവിടെ ഇലക്ട്രോണുകളെല്ലാം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമാണ് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ വളരെ ചെറിയ രീതിയിലും ചിലയിടത്ത് ഒട്ടുമില്ലാതെയും വരും, ഇവിടെയൊന്നും ഒട്ടുമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പ്രൂവ് ചെയ്തു, ഇത് തരംഗ സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്കിൾസിൻ്റെ ഇലക്ട്രോണുകൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ പരീക്ഷണശാലയിൽ അദ്ദേഹം കണ്ടെത്തിയ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പദാർത്ഥങ്ങൾക്കെല്ലാം, നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാ പ്രതിഭാസത്തിനും ഡുവൽ നേച്ചറുണ്ട്. അതായത് തരംഗമായിട്ട് മാറാനും കണികയായിട്ട് നിലനിൽക്കാനുമുള്ള എബിലിറ്റി ഉണ്ട്. ഇതാണ് ക്വാണ്ടം ഐഡിയോളജിയിലേക്കൊക്കെ പിന്നീട് വഴിമാറിയ ഒരു പ്രത്യേക ഇൻവെൻഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇൻവെൻഷൻ. ആറ്റത്തിന് തരംഗ സ്വഭാവവും പാർട്ടിക്കിൾ സ്വഭാവവും കണികയുടെ സ്വഭാവവും ഉണ്ടെന്ന് ഇദ്ദേഹമാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തത്. ഇനി പ്രകാശം പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരംഗ സ്വഭാവം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ തരംഗമായിട്ട് പോകുമ്പം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്. പക്ഷേ ശരിക്കും ഇങ്ങനെയല്ല പോകുന്നത്. കാരണം ഇങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ഒഴുക്കായിരുന്നു. പക്ഷേ പ്രകാശം പോകുന്നത് കണ്ടോ, ഈ കാണുന്ന പോലെ പാക്കറ്റായിട്ടാണ്. ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ പാക്കറ്റ്, ഇങ്ങനെയാണ് പ്രകാശം പോകുന്നത്. പക്ഷെ നമുക്കതിൻ്റെ വേവ് ലെന്തും കാര്യങ്ങളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ മനുഷ്യൻ്റെ കാഴ്ച കൊണ്ട് കാണാൻ പറ്റുന്ന കാര്യത്തിന് പരിധി ഉള്ളത് കൊണ്ടാണ് നമുക്കതിൻ്റെ ഒറ്റ ലൈനായിട്ട് തോന്നുന്നത്. കാരണം നമ്മൾ കാണുന്നതല്ല യഥാർത്ഥ കാഴ്ച, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആന്തരികതയുടെ കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കാരണം എത്ര പ്രകാശത്തെ നമുക്ക് കാണാൻ പറ്റും? നമുക്ക് വിസിബിൾ ഉള്ളായിട്ട് കാണാൻ പറ്റുന്ന വയലറ്റ് വരെയുള്ള പ്രകാശത്തെ കാണാൻ പറ്റത്തുള്ളൂ. അതിന് മുകളിലേക്ക് ഗാമ, അൾട്രാ, ഇൻഫ്രാറെഡ്, റേഡിയേഷൻ, ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. ഇതിൻ്റെ ഓരോ ഫ്രീക്വൻസിയിലേക്കും ഈ സാധനത്തിന് ചൂട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പം അതിന് വ്യത്യാസം ഉണ്ടാകുന്നത്. ഏറ്റവും ലോവസ്റ്റ് റേഞ്ചിലുള്ള പ്രകാശം എന്ന് പറയുന്നത് അതിൻ്റെ തരംഗ ദൈർഘ്യം കുറവായിരിക്കും. തരംഗ ദൈർഘ്യം കുറവാണെങ്കിൽ നമ്മൾ കാണിച്ചു തരാം. ഇങ്ങനെയും ഇൻഫ്രാറെഡൊക്കെ പോകുന്നത് ഈ കാണുന്നില്ലേ, ഇതാണ് വേവ് ലെന്ത്. ഈ വേവ് ലെന്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന വേവ് ലെന്തുകളെല്ലാം ഇങ്ങനെ വലിയ വലിയ വേവ് ഉള്ളതായിരിക്കും. ഈ നമുക്ക് കാണാൻ പറ്റാത്ത ഇൻഫ്രാറെഡ്, അൾട്രാ, ഗാമ പോലുള്ള കിരണങ്ങൾ ഇങ്ങനെ വേവ് ലെന്ത് കുറയുക. ഏറ്റവും കുറയും തോറും അതിൻ്റെ ശക്തിയും ശേഷിയും കൂടും. മനസ്സിലായി? തരംഗ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ വേവ് ലെന്ത് കുറയും, വേവിൻ്റെ ശക്തി കുറയും. എന്നാൽ തരംഗ ദൈർഘ്യം, ഈ തരംഗത്തിൻ്റെ ഇങ്ങനെയുള്ള കിടുകിടാന്നടിക്കുന്ന ദൈർഘ്യം കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ വേവ് ലെന്ത് കൂടും, നല്ല പവറുള്ളതായിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു.